ശംഭോ മഹാദേവ. നമ്മൾ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. എൻ്റെ പേര് ഓം പ്രകാശ്. ഞാൻ ശ്രീനാഥ്. നമ്മളിവിടെ ചിന്മയിൽ പഠിച്ചു, ഇവിടെ തന്നെ ജനിച്ചു വളർന്നു. ഞാൻ 89 തൊട്ട് പുറത്തായിരുന്നു. ആദ്യം ഷിപ്പിലായിരുന്നു 15 ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ദുബായിലാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. പക്ഷേ കഴിഞ്ഞൊരു 25 കൊല്ലമായിട്ട് ഉത്സവത്തിന് കൂടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 92 തൊട്ട് ഞാൻ ദുബായിലാണ്. 92 അവസാനമായിട്ട് പോയത്. പക്ഷെ എന്ന് ഇവിടെ നിന്ന് പോയോ അന്ന് തൊട്ട് എറണാകുളത്തപ്പൻ്റെ മുമ്പിൽ ഉത്സവകാലത്ത് വരിക എന്നുള്ളൊരു എന്താ പറയുക, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. വീട്ടിലെ കാർന്നവരുടെ ഉത്സവം പോലെ ആഘോഷിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലുമൊക്കെ എത്തുക ഇവിടെ എന്നുള്ളതായിരുന്നു ഇത്. അപ്പോൾ കഴിഞ്ഞ 25-27 വർഷമായിട്ട് മുടങ്ങാതെ പുള്ളി എന്നെ കൊണ്ടുവരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും എറണാകുളത്തപ്പം കൊണ്ടുവരിക, എറണാകുളത്തപ്പൻ ഇത് കാണിക്കുക, ഇതിൻ്റെ കൂടെ എല്ലാവരെയും കൂടെ ആഘോഷിക്കുക എന്നുള്ളതായിരുന്നു മെയിനായിട്ട്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. എറണാകുളത്തപ്പൻ ഇതേപോലെ തന്നെ അനുഗ്രഹിക്കട്ടെ, എന്നും വരാൻ പറ്റട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഒരു ഉത്സവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വൈബ്സ് മനുഷ്യന് തരുന്ന ഒരു ഇതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൂ. അതും ഇവിടെ വരുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു കൊല്ലം അവസാനം വരെ നമ്മളെ കൊണ്ടു കിടക്കുന്നത് പോലെ തോന്നും. അടുത്ത ഉത്സവത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് പോലെ തോന്നാറുണ്ട് പലപ്പോഴും. എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹമാണ് ഇവിടം വരെയൊക്കെ എത്താൻ പറ്റി. ഇവിടെ ഈ മുറ്റത്ത് കടന്ന് ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇവിടെ അടിമ കടത്തിയേക്കണവരാണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. എറണാകുളത്തപ്പൻ്റെ ഈ ആഘോഷത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇപ്പോഴും കൂടാൻ പറ്റുക എന്നുള്ളതിൽ വേറൊന്നും പറയാനില്ല. ശംഭോ മഹാദേവ എറണാകുളത്തപ്പ എന്ന്. അല്ല, അതിനു മുമ്പ് ഇപ്പോൾ സണ്ണി പറഞ്ഞ പോലെ, നമ്മൾ സണ്ണിന്ന് വിളിക്കുന്ന ശ്രീനാഥ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ഉത്സവത്തിന് വരാ എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഇവിടെ വരാൻ എറണാകുളത്തപ്പൻ നമുക്കൊരു അവസരം തരുന്നു 25 വർഷമായിട്ട് എന്നുള്ള അതാണ് പ്രധാനം. അല്ലാണ്ട് വരുന്നു എന്നുള്ളത് ഇതിൽ പ്രധാനമില്ല. നമ്മുടെ മനസ്സും ശരീരവും ചിത്തവും ബുദ്ധിയെല്ലാം ഇവിടെ അർപ്പിച്ച് വെച്ചിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് നടത്തി തരും എന്നുള്ളതാണ് എൻ്റെ നമ്മുടെ ഒരു ഇത്. അല്ലാണ്ട് ഇതുവരെ ഒന്നും ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കാറുള്ളത് അടുത്ത ഉത്സവത്തിന് കൂടി തൊഴുകാൻ പറ്റണേ. ഈ കൊടി ഇറങ്ങുമ്പോൾ നമ്മൾ പറയും അടുത്ത കൊല്ലത്തെ കൊടികയറ്റത്തിന് കയറാൻ പറ്റണേ. അതിലപ്പുറം നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ തന്നെ എല്ലാം കവേർഡാണ്. സോ യു ഗെറ്റ് 1 year ഗ്യാരണ്ടി. ഒരു 1 year ഗ്യാരണ്ടി കിട്ടിയ പോലെയാണ് നമുക്കൊക്കെ. എന്നെ സംബന്ധിച്ചത് സെയിം ആയിരിക്കും. അല്ലാണ്ട് വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അത് വേണം ഇത് വേണം എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൊന്നും അർത്ഥമില്ല. നമ്മൾ ഇവിടെ ഇനിയും വന്ന് തൊഴുകാൻ പറ്റുക, ഇതേ അവസ്ഥയിൽ തൊഴാൻ പറ്റുക തന്നെ ഹെൽത്ത് മനസ്സ് എല്ലാം അതുപോലെ നിന്നോളും. അത് നേരെ നോക്കിക്കോളും എന്നാണ് എൻ്റെ ഇത്. പിന്നത്തെ മെയിൻ വെച്ചാൽ നമുക്കൊരു എക്സ്റ്റൻഡഡ് ഫാമിലിയാണ്. ഇവിടെ ജനിച്ചു വളർന്നു. ആ ഒരു ഫാമിലിയുടെ ചുറ്റുവട്ടത്ത് നമ്മൾ വരുന്നു. അവിടെ ഒരു ഉത്സവം വരുമ്പോൾ നമ്മൾ ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ ആരാ വരണ്ടേ? അപ്പം ഇതൊരു എന്താ പറയുക, സ്പെഷ്യൽ കാര്യമായിട്ട് തോന്നുന്നത്. മനസ്സിന് ഒരു പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അത് എത്തിക്കോളും. അത് ഇപ്പോൾ തൃശ്ശൂർ കിടക്കുന്ന ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, ദുബായ് കിടക്കുന്നവർക്ക് വരാൻ എളുപ്പമായിരിക്കും. ടിക്കറ്റൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ ബുക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മളായിട്ട് ഒരിക്കലും പറയാറില്ല ഞാൻ വന്നേ ഇരിക്കുള്ളൂ എന്നുള്ളത്. ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടിക്കറ്റ് താനെ ബുക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മളിവിടെ എത്തും. അത്രേ ഉള്ളൂ. അത് എത്തിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടല്ലോ എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ആകെയുള്ള ഒരു പ്രാർത്ഥന. അത് ഇനി അടുത്ത കൊല്ലം വരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ ഈ ഫാമിലിയിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഫാമിലി മെമ്പേഴ്സാണ്. ചിലവർ പണിയെടുക്കുന്നവരുണ്ട്, ചിലവർ കാഴ്ചക്കാരുണ്ട്, ചിലവർ കുറ്റം പറഞ്ഞവരുണ്ടാവും. അതെല്ലാം ഫാമിലി തന്നെയാണ്. ഇതൊരു വലിയൊരു ഫാമിലിയാണ്. ആ ഫാമിലിയായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഉത്സവത്തിന് വരാന്നുള്ളൊരു വലിയ കാര്യമല്ല. അത് നാച്ചുറലി വീട്ടിലൊരു ഉത്സവം നടക്കുമ്പോൾ വരും, അത്രേ ഉള്ളൂ. അതാണ് എല്ലാവരുടെയും ചിന്ത. മേളം നമ്മൾ കഴിഞ്ഞ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് കുട്ടൻചേട്ടനെ ഇവരെയൊക്കെ കണ്ട് വളർന്നവരാണ്. അവർ തൊട്ട് നമ്മൾ കണ്ണാണ്. പലവരുടെയും മേളത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ അതിനുള്ള അധികാരം നമുക്കില്ല. ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. കേട്ടുള്ള ശീലവും ആ താളബോധമുള്ളതും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത് പലപ്പോഴും തോന്നാറുണ്ട്. ഇവിടെ വന്ന് ആളുടെ നന്നായി, ഇന്ന് നന്നായി എന്നൊക്കെ പറയാൻ പറ്റാറുണ്ടെങ്കിലും ആധികാരികമായിട്ട് സംസാരിക്കാൻ നമുക്ക് അതിൽ പഠിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ പലപ്പോഴും ഇപ്പോഴത്തെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം മേളം കുറച്ചും കൂടെ ആൾക്കാർക്ക് ജനകീയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ജനകീയമായതിൻ്റെ പേരിൽ ജനം വന്ന് ആഘോഷിക്കുക എന്നുള്ളൊരു വലിയൊരു സംഭവമാണ്. അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ടും. ഇപ്പോൾ ഓരോ പ്രമാണിമാരെയും മാറ്റി ചെയ്യുക, അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ബിക്കോസ് പലരെയും കേട്ടറിവ് മാത്രമേ ഉള്ളൂ, കണ്ടറിവും ഉള്ളത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടത്തുന്നതിൽ.
ഇങ്ങനെ എന്നെ കൊണ്ടുപോകാൻ പറ്റട്ടെ, എറണാകുളത്തപ്പൻ ഇനി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഇതേപോലെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ ഇതിൽ. ദുബായിലെ ആൾക്കാരല്ല, ലോകത്തെ എവിടെയുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ എറണാകുളത്തുള്ളവരും വരാത്തവരും ഇതൊരു ഭാഗ്യമാണ്. നിങ്ങളാ ഭാഗ്യം മിസ് ചെയ്യാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. വരിക, ഈ സമയത്ത് ഇതിന്റെ കൂടെ ഉണ്ടാവാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഘോഷം. വീട്ടിലെ കാരണവരുടെ ഉത്സവമാണ്. അപ്പോൾ അദ്ദേഹം ആഘോഷിക്കുമ്പോൾ അതിന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയായിട്ട് കണക്കാക്കുന്നു. അതായത് ഇപ്പൊ ഓരോ ദേശത്ത് ഇപ്പൊ ഇരിഞ്ഞാലക്കുടക്കാർക്ക് പറയാൻ പറ്റും, ഇരിഞ്ഞാലക്കുട പൂരത്തിൽ അവർ പലയിടത്തും വരും, അമേരിക്കയിൽ നിന്നൊക്കെ വരും. എറണാകുളത്തുകാർക്ക് ഞാൻ പറയുകയാണെങ്കിൽ എറണാകുളത്തുള്ളവർ വരാൻ നോക്കണം. അത് വരാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എത്തിച്ചോളും. നമുക്കൊക്കെ എത്ര, അതുകൊണ്ട് നമുക്കൊന്നും എന്താ പറയുക എക്സസ് എന്താ പറയുക ടൈമോ മണിയോ പൊസിഷനോ ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മളൊക്കെ സാധാരണ ഇതിൽ ജീവിച്ചു വന്നു. പക്ഷെ എന്നാലും ഈ സമയമാകുമ്പോൾ എല്ലാം ഒത്തുവരുന്നു. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഇട്ട മീനെ പോലെയാണ് ഇവിടെ വന്നില്ലെങ്കിൽ. അപ്പൊ ഇവിടെ എത്തിക്കോളും, വന്നോളും. അത്രേ ഉള്ളൂ പറയാനുള്ളത്. ഈ ഒരു വലിയൊരു കുടുംബത്തിന്റെ ഒരു ഗ്രാൻഡ് പാട്രിയാർക്ക്, നമ്മളൊക്കെ സ്പോയിൽ ചിൽഡ്രൻ പറയാം. താങ്ക് യു സംഭവ മഹാദേവ.